ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് ലോഞ്ച് ചെയ്ത നമ്മുടെ പുതിയ വെന്യൂവിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ HX10 വേരിയന്റ് ആണ്. അതിലെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇത് പെട്രോൾ DC-2 ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ലഭിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ വെന്യൂലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ HX10 വേരിയന്റ് ആണ്. ഈ HX10 വേരിയന്റ് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിലും പെട്രോൾ ഓട്ടോമാറ്റിക്കിലും മാത്രമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ പെട്രോൾ മാനുവലിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ട് വരുന്നത് HX8 വേരിയന്റും ഡീസലിലെ ടോപ്പ് എൻഡ് മാനുവൽ വേരിയന്റ് ആയിട്ട് വരുന്നത് HX7ഉമാണ്. അപ്പോൾ ഈ HX10 നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ തന്നെ പറയേണ്ടി വരും. ഇതുവരെ മറ്റ് ഒരു ഹ്യുണ്ടായി വാഹനങ്ങളിലും കാണാത്ത ഒരു ഡിസൈൻ എന്ന് പറയാം. കാര്യം ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ഗ്രില്ല് ആ ഒരു പൊസിഷനിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എക്സ്റ്റൻഡഡ് ലുക്കൊക്കെ ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ എന്ന് തന്നെ പറയാം. മറ്റ് ഫീച്ചേഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു കണക്റ്റഡ് DRL കാണാനായിട്ട് പറ്റും. അത് ഈ HX8ലും HX10ലുമാണ് വരുന്നത്. HX5 വേരിയന്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഈ ഒരു പോർഷൻ ഇത്രയും ലൈറ്റുകൾ നമുക്ക് HX5 വേരിയന്റിലൊക്കെ കാണാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ സ്ലോട്ടായിട്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതും ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ആ പാർക്കിംഗ് സെൻസേഴ്സ് ഒരെണ്ണം നമുക്ക് ഈ കോർണറിലും കാണാനായിട്ട് പറ്റും. അങ്ങനെ 6 പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ നമുക്കൊരു ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിൻ്റെ നടുക്ക് 360 വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ കാണാനായിട്ട് പറ്റും. വേറെ ഫ്രണ്ടിലെ പോർഷൻസ് എല്ലാം നമുക്ക് എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു സിൽവർ ഫിനിഷാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 195 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു SUV ലുക്ക് നമുക്ക് ശരിക്കും ലഭിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ ഒരു ക്രെറ്റയുടെ ലുക്ക്, എവിടെയൊക്കെയോ ഒരു എക്സ്റ്ററിൻ്റെ ലുക്ക്, അങ്ങനെ ഒരു മിക്സഡ് ലുക്കായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ വാഹനം ലോക്കായ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും LED ഇൻഡിക്കേറ്റേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റുകളും അൺലോക്ക് ആവുന്ന സമയത്ത് ഫോളോ മീ ഹോം ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോഗോയോട് സാദൃശ്യമുള്ള ടൈപ്പാണ് ആ കീയുടെ ഒരു ഡിസൈൻ. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 2 കീയാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് EVയുടെ അലോയ്സിനോട് സാദൃശ്യമുള്ള ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാണാനായിട്ട് പറ്റും. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 215 60R60 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഈ കോർണർ തട്ടാണ്ടിരിക്കാനായിട്ട് ഒരു പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് DCT ആണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മൾ വാഹനം അൺലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോ ഫോൾഡിങ് മിറേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 360 ക്യാമറ വരുന്നുണ്ട്. ആ ക്യാമറയുടെ ലെൻസ് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രാൻഡ് ന്യൂ മിറേഴ്സ് എന്ന് തന്നെ പറയാം. മറ്റൊരു ഹ്യുണ്ടായി വാഹനങ്ങളിലും കാണാത്ത ഒരു മിറർ തന്നെയാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസേക്ക് വന്നാലും ഒരു ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വേറെ ക്രോം ഇൻസേർട്ട് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. റൂഫ് റെയിൽസ് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇത് ഡ്യുവൽ ടോൺ അല്ല, സിംഗിൾ ടോൺ കളറാണ്. നമുക്കൊരു സിംഗിൾ ഡിൻ സൺറൂഫ് കാണാം. ഒരു വേരിയന്റിലും പനോറമിക് സൺറൂഫ് ഒന്നും വരുന്നില്ല. ബാക്കിൽ ഷാർപ്പിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലെ ഡോർ ഹാൻഡിൽസും നമുക്ക് ആ ഒരു ഗൺ മെറ്റൽ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ കോർണറിൽ ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വെന്യൂ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാണാം. ഈ ഒരു സെയിം കളർ തന്നെയാണ് നമ്മുടെ റൂഫ് റെയിൽസിനും വരുന്നത്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഒരു പക്ക ബ്രാൻഡ് ന്യൂ ഡിസൈൻ തന്നെ പറയാം. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള വാഹനമായിട്ട് നമ്മുടെ പുതിയ വെന്യൂ മാറിയിട്ടുണ്ട്. മറ്റ് പഴയ വെന്യൂയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള വലിയ വാഹനമാണ്. ഇപ്പോൾ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 3995 അണ്ടർ സബ് 4 മീറ്റർ ആയതുകൊണ്ട് ആ ഒരു 4 മീറ്റർ താഴെ നിൽക്കുന്നു. വിട്ട് ആണെങ്കിൽ 1800 mm ആണ് ഇപ്പോൾ വാഹനത്തിൻ്റെ വിട്ട് വരുന്നത്. ഹൈറ്റ് 1665. വീൽ ബേസിലും ഡിഫറൻസ് വന്നിട്ടുണ്ട്. 2520 mm ആണ് വീൽ ബേസ്. സെഗ്മെൻറ്റിൽ കൂടുതൽ വീൽ ബേസ് ഉള്ളൊരു വാഹനവും നമ്മളുടെ വെന്യൂ തന്നെയാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ഡിസൈനിൽ ഒരു പുതുമയുള്ള ഡിസൈൻ തന്നെ പറയാം. ബാക്കിൽ നമുക്ക് ആ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുൾ LED ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതുപോലെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്കൊരു സ്പോയിലർ കാണാം. ആ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഈ ഒരു പോർഷനിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഗ്ലാസ് വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡീഫോർവോട് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹ്യുണ്ടായുടെ ലോഗോ വെന്യൂ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. അതിലേക്ക് വന്നാൽ നമുക്കിവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇവിടെ സെൻട്രൽ മൗണ്ടറായിട്ടാണ്
ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ്. നമ്മളുടെ MX5 വേരിയൻറ്റിലൊക്കെ ഈ കോർണറിലായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു, അത് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ നമ്പർ പ്ലേറ്റിന് മുകളിലുള്ള ലൈറ്റ്സ് എല്ലാം നമുക്ക് ഹാലജൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ബാക്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ അതേ ഒരു സെയിം ഡിസൈനിൽ തന്നെ വരുന്ന ബാക്കിലെ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 375 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് അതിനകത്ത് വരുന്നത്, ടോപ്പ് എൻഡ് ആയതുകൊണ്ട്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ബേസ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്ന 195/65 15 ഇഞ്ച് വീൽസ് തന്നെയാണ് അത് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സൊന്നുമില്ല. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ, പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് റിക്കോ സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറാണ്. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളറ് പ്ലസ് ഒരു വൈറ്റ് ഫിനിഷാണ് വരുന്നത്. ഡാർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബ്ലൂയിഷ് തീമാണ് ഡോർ പാഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. വൈറ്റ് അല്ല, വൈറ്റിനകത്ത് ചെറിയ ഡോട്ടഡ് ഡിസൈനാണ് വരുന്നത്. ബോസിൻ്റെ ഒരു സ്പീക്കർ, അതിനൊരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ, ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ലെതറിഡ് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. നമ്മൾ ഇരിക്കുന്ന പോർഷൻ ആ ഒരു ബ്ലൂയിഷ് ഫിനിഷിലും നമ്മളുടെ ഈ ഒരു പോർഷൻ ഒരു വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വെന്യൂ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകൾ തന്നെയാണ്. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനോട് താഴെ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ആണ്, ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൂടിയായിട്ട് വരുന്നുണ്ട്. AC വെൻസ് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഇപ്പോൾ നമ്മൾ MX5 വേരിയൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻസിലൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. പുതിയ വെന്യൂവിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെഗ്മെൻറ്റിലെ മോസ്റ്റ് പ്രീമിയം ഇൻറ്റീരിയർ തരുന്നത് നമ്മളുടെ പുതിയ വെന്യൂ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യം ഈ 12.25 ഇഞ്ചിൻ്റെ ഡ്യുവൽ സ്ക്രീനുകൾ കൊടുത്തിരിക്കുന്നതാണ്. അത് ഡ്രൈവറിനെ ഫേസ് ചെയ്ത് ആ ഒരു കർവ്ഡ് ഡിസൈനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ EVയിലൊക്കെ കാണുന്ന ഒരു സെയിം 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൂടെ, ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ആ 4 ഡോട്ട് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, ഫ്ലാറ്റ് ബോട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷൻ നമുക്കൊരു ബ്ലാക്ക് ഒരു എന്താ പറയുക ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ടാണ് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. വലതുവശത്താണ് ഇതിനകത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ അവിടെ നമുക്കൊരു 12.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. TPMS, പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ കാണാവുന്ന എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡുകൾ മാറ്റുന്നത് നോർമൽ, സ്പോർട്ടിലേക്ക് മാറുമ്പോൾ റെഡ് ഫിനിഷിലേക്ക് ചേഞ്ച് ആവുന്നത് കാണാം. ഈക്വലേക്ക് വരുമ്പോൾ ബ്ലൂ ഫിനിഷിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ്റെ കൺട്രോൾസ് ഉണ്ട്. സ്നോ, മഡ്, സാൻഡ്, നോർമൽ, അങ്ങനെ ട്രാക്ഷൻ്റെ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ലൈൻ വാച്ച് ക്യാമറയും വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ആ കോർണറിൽ ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അത് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ സൈഡിലെ ക്യാമറയും നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതായത് പുതിയ ക്രെറ്റയുടെ ടോപ്പ് എൻഡിൽ കണ്ട ആ ഒരു എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സ്ക്രീനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 12.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. 9 സ്പീക്കറിൻ്റെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. അതിന് ഫിസിക്കൽ ബട്ടണുകളും താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മീഡിയ കൺട്രോൾസ്, സെറ്റപ്പ്, സെർച്ച്, മാപ്പ്, ഹോം എന്നും പറഞ്ഞ് ഈ സ്ക്രീനിൻ്റെ ഫിസിക്കൽ ബട്ടൺസും താഴെ വരുന്നുണ്ട്. അതല്ലാണ്ട് ടച്ച് സ്ക്രീനായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാം. അത്രയും വലിപ്പമുള്ള വലിയ സ്ക്രീനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു ഫുൾ HD ക്ലാരിറ്റിയിൽ വരുന്ന ഒരു 360 ക്യാമറ വരുന്നുണ്ട്. അതിനകത്ത് കുറേ സൂം ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സറൗണ്ട് വ്യൂ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, ഫ്രണ്ടിലെ
ക്യാമറ വേണമെങ്കിൽ അത് മാത്രം കാണാനുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ ഒത്തിരി ഓപ്ഷനുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ വെന്യൂ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. ഇതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ആ ലൈറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം. അതിനകത്ത് ആ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങൾ ഇതിൽ തന്നെയാണ് കാണിക്കുന്നത്. അതിന് താഴെ അതിൻ്റെ കുറച്ച് ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കാണാം. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മൾ ആ ഒരു പുതിയ ജനറേഷനിലായിട്ടുള്ള ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഐദർ ഇത് നമുക്ക് USB ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു Type C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ആ ഒരു ഗിയർ ലിവർ കാണാനായിട്ട് പറ്റും. DCT ആണ്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഫ്രണ്ടിൽ 2 വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമ്മുടെ വീണ്ടും ആ ഒരു ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ വേണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ മാത്രം, ബാക്ക് ക്യാമറ വേണമെങ്കിൽ ബാക്ക് ക്യാമറ മാത്രം, അങ്ങനെ എല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചറോട് കൂടിയ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നതാണ്. ഇക്കോ സിറ്റി, പിന്നെ ട്രാക്ഷൻ മോഡുകൾ, പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന വലുപ്പമുള്ള വലിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തുകൊണ്ടോ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവേഴ്സുകളുടെ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അടുത്ത റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് തന്നെയാണ് ടോപ്പ് എൻഡിലും കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഒരു സിംഗിൾ ഡൺ സൺറൂഫ് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വലുപ്പമൊന്നുമില്ലാത്ത ഒരു ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു സൺറൂഫാണ് വരുന്നത്. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ കൂൾഡ് ഫീച്ചറോട് കൂടിയ ഒരു ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, സെഗ്മെന്റിൽ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാർ എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫിറ്റ് ആൻഡ് ഫിനിഷ് എടുത്തു പറയേണ്ടതാണ്. മറ്റ് മാനുഫാക്ചേഴ്സിന്റെ പല വാഹനങ്ങളിലും കാണാത്ത അത്രയും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ വാഹനങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യും. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിലുള്ള വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. അത് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഈ വാഹനത്തിൽ സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെങ്കിലും ഇപ്പോഴത്തെ വെതറിന് അത്യാവശ്യം വേണ്ട ഒരു സംഭവം തന്നെയാണ്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ഇവിടെ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച്. പവർ വിൻഡോൻ്റെ കൺട്രോൾ, ബോസിൻ്റെ ആ ഒരു ബാഡ്ജിങ് കൂടിയുള്ള സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാം. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 Type C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. AC വെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു മൊബൈലെല്ലാം വയ്ക്കാനുള്ള സ്പേസ് കാണാം. നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡറോട് കൂടിയ സെൻറ്റർ ആംറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഐസോഫി ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷനാണ്. ബാക്കിലേക്കും ലെതർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലെ ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. ഇപ്പോൾ 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പഴയ വെന്യൂലുള്ള ഒരു കൺസേൺ ആയിരുന്നു ബാക്ക് സീറ്റിൽ സ്പേസ് ഇല്ല എന്നുള്ളത്. ആ പ്രശ്നങ്ങളെല്ലാം പുതിയ വെന്യൂ വന്നപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സൺറൂഫ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരെ വരുന്നുള്ളൂ. അതിന് ഹെഡ് റൂമിനൊന്നും കൺസേൺസ് വരുന്നില്ല. സീറ്റിൻ്റെ സ്റ്റാൻഡിംഗ് പൊസിഷൻ നമുക്ക് 2 വേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. വെന്യൂ ടോപ്പ് എൻഡിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ നമുക്ക് 5 സ്റ്റാർ എങ്കിലും കിട്ടുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. കാര്യം ഇതിന്റെ ബോഡിയൊക്കെ ഓവറോൾ സ്ട്രെങ്ത്തിന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് അഡാസ് ലെവൽ 2ന്റെ എല്ലാ ഫീച്ചേഴ്സും ലഭിക്കും. 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS, അങ്ങനെ ഇങ്ങനത്തെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ കാണേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വെന്യൂവിന്റെ ഈ ടോപ്പ് എൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് 3 എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിൽ പുതിയ വെന്യൂ അവൈലബിൾ ആണ്. നമ്മുടെ ട്രൈഡ് ആൻഡ് സ്റ്റാർട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ. 82 HP ആണ് പവർ വരുന്നത്. 114 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഹ്യൂണ്ടായുടെ ട്രൈഡ് ആൻഡ് സ്റ്റാർട്ടുള്ള എഞ്ചിനാണ്. അത് 5 സ്പീഡ് മാനുവൽ വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി മറ്റൊരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതും നിങ്ങൾക്ക് ബേസ് വേരിയന്റ് തൊട്ട് ഈ ടോപ്പ് എൻഡ് വരെ ആ ഒരു എഞ്ചിൻ ലഭിക്കുന്നുണ്ട്. 120 HP പവർ തരുന്ന 172 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല രസമുള്ള ഒരു എഞ്ചിനാണ്. അത് സ്പോർട്ട് മോഡിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് അത് ഓടിച്ചുകൊണ്ട് കിടക്കാനായിട്ട്. മൈലേജ് അതിനനുസരിച്ച് കുറയും. കമ്പനി ക്ലെയിം ചെയ്യുന്ന 20 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ നമുക്കൊരു 15-16 ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
പിന്നെ എല്ലാവരും കാത്തിരുന്ന വെന്നുവിൻ്റെ ഡീസൽ എഞ്ചിനാണ് 1.5 ലിറ്റർ കട്ടയിലൊക്കെ കാണുന്ന സെയിം 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിൻ. 115 HP ആണ് പവർ, 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. നല്ല രസമാണത്. അത് അത്രയും വലിപ്പമുള്ള വലിയൊരു എഞ്ചിൻ ഈ ചെറിയ വാഹനത്തിലേക്ക് വന്നപ്പോൾ അത് നിങ്ങൾ ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പഴയ വെന്നുവിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാനത് പറയാറുണ്ട്. ഡീസലിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ മൈലേജ് ആണ്. മാനുവൽ വേരിയന്റിന് റിയൽ ലൈഫിൽ ഒരു ആവറേജ് 18-20 അടയ്ക്കും. ഓട്ടോമാറ്റിക്കിനും ഏകദേശം അവർ സിമിലർ മൈലേജ് ലഭിക്കും. പിന്നെ വെന്നുവിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വെന്നുവിൽ AMT കൊടുത്തിട്ടേ ഇല്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. പഴയ വെന്നുവിലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്രോൾ മാനുവൽ വേരിയന്റിൽ 7 സ്പീഡ് DCTയും ഡീസലിൽ നമുക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ലാഗോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന HX10 വേരിയന്റ് ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. അതും ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. ഇതിപ്പോൾ HX10ന്റെ DCT ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 17,29,000 രൂപയാണ്. ഈ HX10 നിങ്ങൾക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിലും അവൈലബിൾ ആണ്. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 18,79,000 രൂപ. ഇതാണ് HX10ന്റെ പ്രൈസ് വരുന്നത്. ഇനി ബേസ് വേരിയന്റ് ആയ HX2, ഈ HX2 വേരിയന്റിൽ നിങ്ങൾക്ക് പെട്രോൾ 1.2 വരുന്നുണ്ട്, ടർബോ പെട്രോൾ വരുന്നുണ്ട്, ഡീസലും വരുന്നുണ്ട്. HX2 പെട്രോൾ മാനുവലിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 9,25,000 രൂപയും ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 10,23,000 രൂപയും ഡീസലിന് 11,33,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 11,33 അത്യാവശ്യം ആക്സസറീസും കൂടി ഓടിച്ചു കഴിഞ്ഞാൽ 12 ലക്ഷം രൂപയെ താഴെ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ ഇപ്പോൾ വെന്നു തന്നെയാണ് ഡീസൽ നോക്കുന്നവർക്ക്. പെട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ 1.2നേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മളുടെ ടർബോ പെട്രോൾ എടുക്കുന്നതാണ്. കാര്യം 1.2 എന്താണെങ്കിലും മാനുവലേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടർബോ പെട്രോൾ മാനുവൽ എടുക്കുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് അവിടെ ലഭിക്കുന്നത്. പവറിന് പവറും ഉണ്ട്, മൈലേജും തരും. ഇനി നമുക്ക് HX4 എന്ന് പറഞ്ഞൊരു സെക്കൻഡ് വേരിയന്റ് കിടക്കുന്നുണ്ട്. അത് 1.2 പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് വരുന്നത്. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,28,000 രൂപ. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ഇടാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റ് HX5 വേരിയന്റ് ആണ്. കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് നമ്മുടെ HX5 വേരിയന്റ് ആണ്. ആ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 1.2 പെട്രോൾ എഞ്ചിൻ ഉള്ളതിന് 10,68,000 രൂപ. ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ മാനുവലിന് 11,31. നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും HX5 വേരിയന്റിലാണ്. ആ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,70,000 രൂപ. അതായത് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം 12,70,000 മുടക്കേണ്ടി വരും. അപ്പോഴും ബ്രസയുടെ ഓട്ടോമാറ്റിക്കിന്റെ സിമിലർ പ്രൈസ് തന്നെ വന്നോളൂ. കാര്യം ബ്രസ ഓട്ടോമാറ്റിക്കിന് ഇപ്പോൾ 12,80 ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പ്രൈസിന് നിങ്ങൾക്ക് വെന്നുവിൻ്റെ ഓട്ടോമാറ്റിക് ലഭിക്കും. ഇനിയും ഡീസൽ നമുക്ക് ആ വേരിയന്റിൽ വരുന്നുണ്ട്. ഡീസൽ വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,73,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് HX5 വരുന്നുണ്ട്. ആ വേരിയന്റിന് 13,84,000 രൂപ. അപ്പോൾ ഒരു 14 ലക്ഷം രൂപ ഓൾ ടുഗദർ നമുക്ക് കൂട്ടാം, ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ. 14 ലക്ഷം രൂപയ്ക്കും അത് വെർത്തായിട്ട് വാല്യൂ ഫോർ മണി കാറായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ നമുക്ക് ഒരു അടുത്തൊരു വേരിയന്റ് വരുന്നത് ശരിക്കും 1.2 പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. HX6 ആണ് ആ വേരിയന്റ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,79,000 രൂപ. അടുത്ത വേരിയന്റ് വരുന്നത് HX7 ആണ്. HX7 നമുക്ക് ഡീസൽ മാനുവലിലാണ് വരുന്നത്. ഡീസൽ മാനുവലിലെ ടോപ്പ് എൻഡ് വേരിയന്റ് HX7 ആണ്. ആ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,94,000 രൂപ. അടുത്ത വേരിയന്റ് വരുന്നത് HX8 വേരിയന്റ് ആണ്. HX8 വേരിയന്റ് നമുക്ക് പെട്രോൾ മാനുവലിലും പെട്രോൾ ഓട്ടോമാറ്റിക്കിലും അവൈലബിൾ ആണ്. ആ പെട്രോൾ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,04,000 രൂപയും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 15,27,000 രൂപയാണ് വരുന്നത്. പിന്നെ HX10 ആണ് അതിന്റെ പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. വെന്യൂ എന്നല്ല, ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ വെന്യൂ വീഡിയോയിലല്ല, നിങ്ങൾ ഷോറൂമിൽ പോയി ഒന്ന് കാണേണ്ട വാഹനം തന്നെയാണ്. വീഡിയോയിൽ കണ്ടാൽ അതിൻ്റെ സൈസ് കാര്യങ്ങൾ നമുക്ക് എന്തോരം കണക്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. റിയൽ ആയിട്ട് ഷോറൂമിലോ റോഡിലോ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് തന്നെ വെന്യൂ ഫീൽ ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.